നമസ്കാരം. അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ സൂയസ് പോർട്ട്, അതായത് യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെല്ലുമ്പോൾ സൂയസ് കനാൽ തുടങ്ങുന്ന ഭാഗം, അവിടെ വളരെ അക്ഷമനായി ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. പിന്നെ ഒരാൾ വളരെ ശാന്തനായിട്ടും. വേറെ ഒരുപാട് ജനങ്ങളുണ്ട്. അവർ പലരും ഓരോ കപ്പലുകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ശാന്തനായി നടക്കുന്ന വ്യക്തി അവിടുത്തെ ഇംഗ്ലീഷ് കോൺസലാണ്. അക്ഷമനായി നടക്കുന്നത് ലണ്ടൻ പോലീസ് ചീഫിന് ടെലിഗ്രാം ചെയ്ത ഡിറ്റക്റ്റീവ് ഫിക്സ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. അദ്ദേഹം ഈ ബാങ്ക് റോബറിയിലെ പ്രതിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തുടങ്ങി. സൂയസിലെത്തിയ സമയത്ത് അതിനകം നമ്മുടെ ഫിലിസ് ഫോഗിൻ്റെ യാത്ര വൈറലായിരിക്കുകയായിരുന്നല്ലോ. ലണ്ടനിലെ എല്ലാ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ പത്രങ്ങളുടെ തന്നെ ആഫ്രിക്കയിലെ പല എഡിഷൻസും ആ റിപ്പോർട്ടുകളൊക്കെ അവിടെയും ചെയ്തു. അതിൽ ഒരു പത്രം ഒരു പഴയ ഫയലിൽ നിന്ന് ഫിലിസ് ഫോഗിൻ്റെ ഒരു ഫോട്ടോയും പബ്ലിഷ് ചെയ്തു. ഈ ഫോട്ടോ ഡിറ്റക്റ്റീവ് ഫിക്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാങ്ക് കൊടുത്ത ഒരു രേഖാചിത്രമുണ്ട്. ആ രേഖാചിത്രവും ഈ ഫിലിസ് ഫോഗിൻ്റെ പഴയ ഫോട്ടോയും സാമ്യം തോന്നിയതുകൊണ്ടാണ് ഡിറ്റക്റ്റീവ് ഫിക്സ് പോലീസ് ചീഫിന് വാറണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ടെലഗ്രാം അയക്കുന്നത്. കാരണം ബ്രിട്ടൻ്റെ പുറത്തായതുകൊണ്ട് അയാൾക്ക് ആരെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. ബ്രിട്ടൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ആൾ തന്നെയാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെങ്കിലും. അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ഡിറ്റക്റ്റീവ് കോൺസൽ സ്റ്റീഫൻസന്റെ അടുത്തെത്തി ചോദിച്ചു, സർ, ഈ കപ്പൽ വന്നാൽ ഇവിടെ എത്ര നേരം നിർത്തിയിടും? സ്റ്റീഫൻസൺ പറഞ്ഞു, അത് വന്നാൽ 4 മണിക്കൂർ അതിൽ കൽക്കരി നിറയ്ക്കണം, പിന്നെ ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുള്ള സമയമാണെങ്കിൽ 4 മണിക്കൂർ. അത് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് യാത്ര പോകും. വൈകുമോ? ഇല്ല, ഈ കപ്പൽ എന്നും കൃത്യസമയത്തെത്തും. യൂറോപ്പിലെ ബ്രിൻസി പോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ബോംബെയിൽ മാത്രമേ നിർത്തുള്ളൂ, എവിടെയും നിർത്തില്ല. അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കപ്പലാണ്. ഇന്നേ വരെ വൈകിയ ചരിത്രമില്ല. ഫിക്സിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൈകണം, വാറണ്ട് ടെലഗ്രാമായിട്ട് വരണം. വന്നു കഴിഞ്ഞാൽ ഫിക്സിന് ഫിലിസ് ഫോഗിനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പ്രൈസ് മണി, അതാണ് മനസ്സിലെ ചിന്ത. അങ്ങനെ വളരെ അക്ഷമനായിട്ട് ഫിക്സ് വീണ്ടും നടത്താൻ തുടങ്ങി. സ്റ്റീഫൻസൺ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ മംഗോളിയ എന്ന അവർ നേരത്തെ സംസാരിച്ച സ്റ്റീമർ അവിടെ എത്തി. അത് പോർട്ടിൻ്റെ വളരെ അടുത്ത് വരില്ല, വളരെ വലിയ ഒരു സ്റ്റീമറാണ്. കുറച്ച് ദൂരെ അത് വന്നു നിന്നു, കടലിൽ നങ്കൂരം ഇട്ടു. അതിൽ നിന്ന് ബോട്ടിലെ ആൾക്കാർ പോർട്ടിലേക്ക് വരാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരു വ്യക്തി വന്ന് ഇറങ്ങി ഒന്ന് ചുറ്റും നോക്കി. അപ്പോൾ വരുന്ന ഓരോരുത്തരെയും ഡിറ്റക്റ്റീവ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക് ആ വ്യക്തി വന്ന് പറഞ്ഞു, ഈ കോൺസുലേറ്റ് എവിടെ? ഡിറ്റക്റ്റീവ് അയാളെ ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഫിലിസ് ഫോഗിനെയാണ് ഇയാൾക്ക് വേണ്ടത്, പക്ഷെ വന്ന വ്യക്തി ഫിലിസ് ഫോഗ് അല്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിച്ചു, എന്താ കാര്യം? ഒരു പാസ്പോർട്ടൊന്ന് സീൽ ചെയ്യിക്കാനാ. എവിടെ നോക്കട്ടെ? പാസ്പോർട്ട് വാങ്ങിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഡിറ്റക്റ്റീവ് അങ്ങ് അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. കാരണം അത് ഫിലിസ് ഫോഗിൻ്റെ പാസ്പോർട്ടാണ്. ഫിക്സ് പറഞ്ഞു, ഇതിൻ്റെ ആളെവിടെ? അദ്ദേഹം കപ്പലിലുണ്ട്, എൻ്റെ യജമാനാണ്, എന്നെ അയച്ചു ഇത് സീൽ ചെയ്യാൻ. അതുപോരാ, ആൾ നേരിട്ട് വരണം. ഓ, അങ്ങനെയാണോ? ഞാൻ വിവരം അദ്ദേഹത്തോട് പറയാം. അടുത്ത ഒരു ബോട്ടിൽ കയറി പാസ്പോർട്ട് തിരിച്ച് കപ്പലിലേക്ക് തന്നെ പോയി. ഫിക്സ് നേരെ കോൺസുലേറ്റിലേക്ക് ഒരു ഓട്ടം. അവിടെ ചെന്ന് പറഞ്ഞു, സാർ, അയാൾ പാസ്പോർട്ട് സീൽ ചെയ്യാൻ ഇപ്പോൾ വരും. താങ്കൾ ഒരു കാരണവശാലും പാസ്പോർട്ട് സീൽ ചെയ്ത് കൊടുക്കരുത്. സ്റ്റീഫൻസൺ ചോദിച്ചു, അതെന്താ? സാർ, എങ്ങനെയെങ്കിലും അയാൾ ഇവിടെ തടഞ്ഞു നിർത്തണം, എന്നാലേ ടെലിഗ്രാം വരാനുള്ള സമയം കിട്ടുള്ളൂ. സ്റ്റീഫൻസൺ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ കാര്യം, അത് എനിക്കറിയേണ്ട കാര്യമില്ല. പാസ്പോർട്ട് ജെന്യൂൻ ആണെങ്കിൽ ഞാൻ അത് സീൽ ചെയ്ത് കൊടുക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, അയാൾക്ക് ശരിക്കും ഇവിടെ പാസ്പോർട്ട് സീൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാൾ ഈ നാട്ടിൽ ഇറങ്ങുന്നില്ല, അയാൾ ഇതിലെ അങ്ങ് യാത്ര ചെയ്ത് പോകുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് പാസ്പോർട്ട് സീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കാം, അയാൾ അങ്ങനെ ഒളിച്ച് യാത്ര ചെയ്യുന്ന ഒരാളല്ല. ആണെങ്കിൽ ഇവിടെ ഒന്നും വരേണ്ട കാര്യമില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ഒരു പഴയ ഫോട്ടോയിലുള്ള ഒരു സാമ്യം മാത്രമേ നിങ്ങൾക്ക് അയാളുടെ ഇടയിൽ ആരോപിക്കാനുള്ളൂ. അത് എത്രത്തോളം ശരിയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. മേ ഐ കം ഇൻ സർ?
ഫിലിസ് ഫോഗ് അകത്തേക്ക് കയറി വന്നു, പാസ്പോർട്ട് കൊടുത്തു. സ്റ്റീഫൻസൺ അതൊക്കെ പരിശോധിച്ചു, യാതൊരു കുഴപ്പമില്ല. സ്റ്റീഫൻസൺ പറഞ്ഞു, സർ താങ്കൾക്ക് ഇതിവിടെ സീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫിലിസ് ഫോഗ് പറഞ്ഞു, ആവശ്യമുണ്ടായിട്ടല്ല, എനിക്ക് അതൊരു പ്രൂഫ് വേണം, ഞാൻ സൂയസിലെത്തി എന്നുള്ളതിന് എനിക്ക് പ്രൂഫ് വേണം, അതിനാണ്. സ്റ്റീഫൻസൺ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒപ്പിട്ടു, അതിൽ ഡേറ്റ് എഴുതി സീലും വെച്ച് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു. ഫിലിസ് ഫോഗ് പുറത്തിറങ്ങി അദ്ദേഹം പാസ്പോർട്ടിൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച ശേഷം അടുത്ത ബോട്ടിലേക്ക് കയറി കപ്പലിലേക്ക് മടങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോക്കറ്റ് ബുക്ക് പുറത്തെടുത്തു. ആ പോക്കറ്റ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്ലബിൽ വെച്ച് പ്ലാൻ ചെയ്ത യാത്രയുടെ ചാർട്ടാണ്. ഓരോ സ്ഥലത്തും എത്തുന്ന സമയം ഒന്നുകൂടിയൊക്കെ പരിശോധിച്ചു. കൃത്യം ആ സമയം അപ്പോൾ മണി 11 കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിചാരിച്ച അതേ സമയത്ത് തന്നെ സൂയസിലെത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള യാത്രയിൽ ഒന്നും വൈകിട്ടുമില്ല, നേരത്തെ ആയിട്ടുമില്ല. എല്ലാം ഒന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കപ്പലിൽ ചെന്ന് കയറി അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ചെന്ന് ഇരിപ്പായി.